ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ചോദിക്കുന്നൊരു ഇതാണ്. അപ്പം വോൾട്ടും ഗ്ലോവോയും പറ്റി ഇവിടുത്തെ ഡെലിവറി ജോബ്സ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് പരമായിട്ടുള്ള ജോബുകളെ പറ്റി ഡെലിവറി ആയിട്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഗൈഡാണ് ഈ വീഡിയോ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലോവോ, വോൾട്ട്, മറ്റ് ഡെലിവറി ലോജിസ്റ്റിക് ജോലികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൽ ഒരുപാട് പേർ ചോദിച്ച ചോദ്യങ്ങളാണ്: ഡെലിവറി ജോബ് എളുപ്പത്തിൽ കിട്ടുമോ, സാലറി എത്ര കിട്ടും, സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുമോ, ബൈക്ക് വേണോ ഇല്ലയോ, ഇവിടെ എങ്ങനെയാണ് അതെല്ലാം, വർക്ക് പെർമിറ്റ് വേണോ, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. മെയിനായിട്ട് വോൾട്ട്, ഗ്ലോവോ അങ്ങനത്തെ ജോലികളെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. അതിലും പലർക്കും പല ഡൗട്ടുകളാണ്. അപ്പോൾ നമുക്കിന്ന് ക്ലിയർ ചെയ്യാം. നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണും. ഞാൻ കുറേ വീഡിയോ ഇതിനെ പറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. വർക്ക് പെർമിറ്റിനെ പറ്റിയും കാര്യങ്ങളും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കയറി ഒന്ന് കാണാൻ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോകളെല്ലാം വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മെയിൻ ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾക്ക് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഗുണമുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഇടുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഗ്ലോവോ വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ബോൾട്ട്, അങ്ങനെയെല്ലാം കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മെയിനായിട്ട് അത് അങ്ങനെ ഒന്ന് പറയുക. ഇതെന്ന് പറയുന്ന ജോർജിയയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫുഡ് ആൻഡ് ഗ്രോസറി ഡെലിവറി പ്ലാറ്റ്ഫോംസാണ്. ഫുഡും ഗ്രോസറി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഇതിൽ കൂടെ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കൊണ്ടു കൊടുക്കണം, എത്തിക്കണം, ബാക്കി അവിടെ പോയി പിക്ക് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, എല്ലാം അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇവ വഴി റെസ്റ്റോറൻറ്റ് ഫുഡ് ആ വഴി നമുക്ക് എടുക്കണം. പിന്നെ ഗ്രോസറീസ്, കടകൾ, സൂപ്പർ മാർക്കറ്റ്, അതിലെല്ലാം ഗ്ലോവോ ആപ്പ് കാണും. അപ്പോൾ എവിടെയൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത് അവരവിടെ നമുക്കൊരു ഇത് വരും, അവിടെ പോയി നമ്മൾ കളക്ട് ചെയ്യണം, നമ്മൾ കൊണ്ട് കസ്റ്റമറിന് കൊടുക്കണം, അങ്ങനെയാണ്. പിന്നെ മെഡിസിൻസ് അങ്ങനത്തെ എല്ലാം, പിന്നെ സ്മോൾ പാർസൽസ് എല്ലാം ഡെലിവറി ചെയ്യുന്ന ഒരിതാണ് ഗ്ലോവോ വോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാം ഡെലിവറി പാർട്ട്ണറായി എങ്ങനെ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും ഒരു ഇതാണ്. സാധാരണമായി ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് ഇതാക്കണം. glovo.g volt.g എന്ത് വേണമെങ്കിലും അടിക്കാം. പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, നമ്മുടെ ഡോക്യുമെൻ്റ് ഒന്ന് വെരിഫിക്കേഷൻ, പിന്നെ അക്കൗണ്ട് അപ്രൂവൽ ആക്കണം. പിന്നെ ട്രെയിനിങ് ആവശ്യം, മിക്കവരും ട്രെയിനിങ് എടുക്കും. ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഒന്ന് കൊണ്ടു കൊടുത്തിട്ട് അതിൻ്റെ നമുക്ക് പൈസ തരുമായിരിക്കും. പക്ഷേ നമ്മളൊന്ന് ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ വർക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്കത് കിട്ടിയാൽ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ കാണും. ചില സ്ഥലത്ത് അത് ഇതല്ലായിരിക്കും. നമ്മൾ ഫുള്ള് വർക്ക് ചെയ്താലേ അതിനുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്ന് അവർ ആദ്യമേ പറയും. 15 ദിവസം വർക്ക് ചെയ്യണം, അങ്ങനെയും പറയുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലൂടെ നമുക്ക് കയറി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇത് കിട്ടാനേ ഉള്ളൂ. പിന്നെ എന്തൊക്കെ വേണം എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണാം. സാധാരണമായി ആവശ്യമായത് മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പാസ്പോർട്ട്, ഒരു ഫോൺ വേണം, അത് നിർബന്ധമാണ്. ബിക്കോസ് അതിലൂടെയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ആപ്പ് ഏതാണ് ലൊക്കേഷൻ അവിടെ പോയി നമ്മൾ ഇറങ്ങുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ബാങ്ക് അക്കൗണ്ട് വേണം, നിങ്ങൾക്ക് പൈസ വീഴാനും കാര്യങ്ങളും എല്ലാം. പിന്നെ ഒരു ലോക്കൽ സിം, ജോർജിയയിലെ ഒരു ലോക്കൽ സിമ്മ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇവിടെ നിന്ന് അല്ല, നാട്ടിലെ സിമ്മൊന്നും ഇവിടെ വർക്കാവില്ല, അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചില ഇതിന് വേണ്ടി അവർ കൂടുതലും ബൈസൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടർ അല്ലെങ്കിൽ കാർ, എന്ത് വെഹിക്കിൾ ഉപയോഗിക്കുന്നുവെന്ന് കമ്പനി പോളിസി അനുസരിച്ചിരിക്കും. അവർ പറയും ഈ വണ്ടിയാണ് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ അവരൊരു വണ്ടി പ്രൊവൈഡ് ചെയ്യും. ഇല്ലെങ്കിൽ കൂടുതലൊരു വണ്ടി നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നല്ല ബെനിഫിറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്, നമുക്ക് ജോലി അവർ തരൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണക്കാക്കിയിട്ട് വേണം ഇതൊക്കെ മുൻകൂട്ടി ചെയ്യാൻ. പിന്നെ സാലറി എത്ര കിട്ടുമെന്നുള്ള ഇത്, ഡെലിവറി ജോബ്സിന് ഫിക്സഡ് സാലറി ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ഫിക്സഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, അവർ തരുന്നതിൻ്റെ അനുസരിച്ച് ബോണസ് ടിപ്പായിട്ട് നമുക്ക് കിട്ടും. വരുമാനം സാധാരണമായി എത്ര ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, എങ്ങനെയാണ് വരുമാനം പറഞ്ഞതെന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. എത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്തെന്ന് അവർ നോക്കും. എത്ര മണിക്കൂർ ജോലി ചെയ്തു, അതൊക്കെ നമുക്കുണ്ട്. 6-8 മണിക്കൂർ വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ. പിന്നെ പീക്ക് അവേഴ്സ്, കുറേ വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. പിന്നെ കുറേ ഓർഡറുകൾ പടപട വരുമല്ലോ. ഇപ്പോൾ എന്തെങ്കിലും മഴ കാരണമോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് കിട്ടും. കാരണം നമ്മൾ മഴയത്തും കൊണ്ട് കൊടുക്കുകയാണ്, അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ ടിപ്സ് അവർക്ക് തരാമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത്. പിന്നെ ബിസി സമയങ്ങൾ വരുമാനം കൂടുതലാവും, ഞാൻ പറഞ്ഞ കണക്ക്, അതാണ് മെയിൻ. പിന്നെ ഇതൊക്കെ സ്റ്റുഡൻസിന് ചെയ്യാമോ എന്നുള്ള ഇത്, അത് പല ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഡെലിവറി വർക്ക് ചെയ്യാറുണ്ട്, ഇവിടെ എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷേ ജോലി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വിസ, റെസിഡൻസ് സ്റ്റാറ്റസ് എല്ലാം നമ്മൾ നോക്കും, അവർ നോക്കും.
വിസ നോക്കും, റെസിഡൻസിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ ലീഗലാണോ അല്ലയോ, വർക്ക് എലിജിബിലിറ്റി എന്നിവ നിയമപരമായി ശരിയാണെന്ന് ഉറപ്പാക്കും അവർ. എന്നിട്ട് മാത്രമേ നമുക്കിതെല്ലാം തരുള്ളൂ. അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് വേണം നിങ്ങൾ ഈ വർക്ക് ഏറ്റെടുക്കാൻ. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിനും ഇവിടെ പറ്റിയൊക്കെ ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ വർക്കിനായിട്ട് വരണവർക്ക് പിന്നെ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ ലോജിസ്റ്റിക് കമ്പനീസ് എന്ന് പറയുമ്പോൾ ജോർജിയ ലോജിസ്റ്റിക് മേഖലയിലെ അവസരങ്ങളുണ്ട്. വെയർഹൗസ് അസിസ്റ്റൻറ്റ്, പിന്നെ പാക്കേജ് സോർട്ടിങ്, ഡെലിവറി ഹെൽപ്പറായിട്ട്, പിന്നെ കൊറിയർ, ലോജിസ്റ്റിക് കോർഡിനേറ്ററായിട്ട്, ഇതെല്ലാം നമുക്ക് അതിൽ നിൽക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. നല്ല ടൈമിങ്, നമുക്കത് എന്താണോ ടൈമിങ് നമുക്ക് അനുസരിച്ച് നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് സെറ്റാക്കി നമുക്കത് ഇതാക്കാൻ പറ്റും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എക്സ്ട്രാ ഇൻകം നമുക്ക് ലഭിക്കാം. എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത അവസരങ്ങളിലുണ്ടാകാം. പിന്നെ കുറേ അവസരങ്ങൾ നമുക്ക് കാണാം, എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ അവർ ജോലിക്ക് എടുക്കും. അങ്ങനത്തെ രീതിയിലും നമുക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പാർട്ട് ടൈം ചെയ്യാൻ ചിലവർക്ക് സൗകര്യമാക്കാം. പാർട്ട് ടൈം ഉള്ള സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ പാർട്ട് ടൈം ഒക്കെ കിട്ടും. ചില കമ്പനികൾക്ക് നമുക്ക് അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരെല്ലാം. ഇന്ന വർക്ക് ചെയ്താൽ മതി, 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റാക്കാം. അതനുസരിച്ച് നമുക്ക് കുറച്ച് പൈസ കുറവായിരിക്കും, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇതെല്ലാം എന്നാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. പിന്നെ ഇതിലെ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ മഴയും തണുപ്പുമാണ്. ഇതിലെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചില സമയം കഷ്ടം തോന്നും. ഞാനിവിടെ ഓർഡറൊക്കെ ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരുമ്പം മഴയത്തായാലും അവർ കൊണ്ട് തരണം, നല്ല നനഞ്ഞായാലും അവർക്ക് റെയിൻകോട്ട് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. അവർക്കൊരു ബാഗ് പ്രൊവൈഡ് ചെയ്യും, ഞാൻ അത് കണ്ടിട്ടുണ്ട്. പിന്നെ ബാഗ് പ്രൊവൈഡ് ചെയ്യും, ഫോൺ ഇടാൻ വേണ്ടിയുള്ള ഒരു കവർ ഫുള്ള് പ്രൊവൈഡ് ചെയ്യും, അവിടെ ഒരു സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്യും ആ വണ്ടിയിൽ, പിന്നെ റെയിൻകോട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ ലോങ് വർക്കിംഗ് അവേഴ്സ് അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നല്ല ട്രാഫിക്കാണ്, നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ സമയപരിധിയിലൂടെ എത്തിക്കണം. പിന്നെ ഓർഡർ അനുസരിച്ച് മാറാം, അതങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ സ്ഥലങ്ങളിലാണ് ദൂര കാര്യങ്ങൾ എല്ലാം നമ്മൾ പോയി കൊടുക്കണം. അതിൻ്റെയൊക്കെ ഒരു ചലഞ്ചാണ്. പിന്നെ എൻ്റെ രീതിയിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഇത് തുടങ്ങുന്നതിന് മുന്നേ കമ്പനി റൂൾസൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എങ്ങനെയൊക്കെയാണ്, നിങ്ങളൊന്നും അറിയാതെ പോയി ഇത് തുടങ്ങണേം കാട്ടി ഏറ്റവും ബെസ്റ്റ് അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പിന്നെ നല്ല രീതിയിൽ ഏർണിംഗ് സ്ട്രക്ചേഴ്സ് എല്ലാം മനസ്സിലാക്കി ചെയ്യുക. ഇൻഷുറൻസ്, സേഫ്റ്റി എല്ലാം ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം നമുക്കില്ലെങ്കിൽ പിന്നെ മെനക്കേടായി പോവും. പിന്നെ നിയമപരമായ വർക്ക് എലിജിബിലിറ്റി എല്ലാം ഉണ്ടോ ഉറപ്പാക്കുക. എന്നാൽ അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇല്ലെങ്കിൽ അത് പിന്നെ നമുക്കൊരു ചടങ്ങായി പോവും. അങ്ങനെ ആവാതിരിക്കാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ. പക്ഷേ ഇവിടെ എല്ലാം അതൊക്കെ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിലും കൂടെ കുറച്ചും കൂടെ ഒരു എളുപ്പമായിരിക്കും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിൽ ഈ കമ്പനിയിലോട്ട് കയറാനും. ഇതെല്ലാം ഇങ്ങനത്തെ കുറേ അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വർക്ക് പെർമിറ്റ് ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റുഡൻസ് ആണെങ്കിൽ ബാക്കി വർക്ക് ചെയ്യാൻ വരുന്നവർക്ക് അതൊരു നിർബന്ധ കാര്യമല്ല, കാരണം വർക്ക് വിസയിലാണ് വരുന്നത്. എന്നാലും ഞാൻ പറയുക, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പോയിന്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലോ ഇനി വേറെ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഇതെല്ലാം കമൻറ്റിലൂടെ വരുന്ന വീഡിയോകളെല്ലാം ഞാൻ അപ്പോൾ ചെയ്യുന്നുണ്ട്, എനിക്ക് സമയം കിട്ടാൻ മാക്സിമം തന്നെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓൺ ആക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.